ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ റീൽസിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ചിക്കൻ പർദീസായിട്ട്. അപ്പോൾ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കത്തി കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഇങ്ങനെ കുത്തിക്കൊടുക്കും. പിന്നെ ഞാനെടുത്ത കുറച്ച് വെജിറ്റബിൾസാണ്: ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലി, പുതിന. എല്ലാ വെജിറ്റബിൾസും ഓരോന്നാണ് എടുത്തത്. പിന്നെ എരിവിനനുസരിച്ചുള്ള നമ്മളെ പച്ചമുളകും. ഇനിയിപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പം ഇഞ്ച ബൗള് ചെറുതായതിനെ കൊണ്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മുളക്, 1 ടീസ്പൂൺ മഞ്ഞൾ, 3/4 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ അറബിക് മസാല, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 2 മാഗി ക്യൂബ്, കുറച്ച് വിനാഗിരി, പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇത് മിക്സ് ആക്കുമ്പോൾ നമ്മൾ ചിക്കൻ്റെ മുകളിലേക്കും നമ്മൾ യൂസാക്കിയ വെജിറ്റബിളിൻ്റെ മുകളിലേക്കൊക്കെ മസാല നല്ലോണം ആയി കിട്ടണം. അപ്പോൾ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടിട്ട് ചിക്കൻ്റെ മുകളിലേക്ക് നല്ലോണം മസാല പിടിപ്പിക്കാം. അതേപോലെ ഞാൻ ഇതിലേക്ക് ഈടാക്കിയ അറബിക് മസാലയിൽ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. അതില്ലെങ്കിൽ നമ്മളെ കയ്യിൽ മന്തി മസാലയൊക്കെ ഉണ്ടാവില്ലേ, അതന്നെ എന്തായാലും അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഈ ചിക്കൻ്റെ 2 കാലും കൂടെ കൂട്ടിക്കെട്ടാൻ പോവാണ്. ഞാനിപ്പം ഇവിടെ ഒരു ഫോയിൽ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടാണ് കെട്ടുന്നത്. ഫോയിൽ പേപ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ നൂലുകൊണ്ട് കെട്ടിക്കൊടുത്താൽ മതി. ഇങ്ങനെ കെട്ടിയെങ്കിൽ മാത്രമേ നമ്മളിതിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചിക്കൻ്റെ കാലിങ്ങനെ വിട്ടുപോകും. അപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ അതേപോലെ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി ഇത് ഞാൻ മൂടി വെച്ച് ഒരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച്. ഇനി നമുക്കിതിലേക്ക് ആവശ്യം കുറച്ച് കാഷ്യൂനട്ടാണ്. ഞാനൊരു 25 എണ്ണോളം എടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുതിർക്കാൻ വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കൻ എടുത്തിട്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെക്കാണ്. നമ്മൾ ഈ ചിക്കൻ എപ്പോഴും അടിച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഫസ്റ്റ് ഞാനൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് ചിക്കൻ വന്നെല്ലാം വെള്ളം ഇങ്ങനെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടാണ് അടിച്ച് വെച്ച് വേവിച്ചെടുക്കുന്നത്. നമ്മളിങ്ങനെ അടിച്ചിട്ട് വേവിക്കുമ്പോൾ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ ഞാൻ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞേരം ഒന്ന് ചിക്കന് മറിച്ചിട്ടെടുക്കാൻ പോവാണ്. നമ്മൾ ചിക്കന് മറിച്ചിട്ടെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മറിച്ചിട്ടെടുക്കുക, ഇല്ലെങ്കിൽ ചിലപ്പം ചിക്കന് പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്. ഓരോ പ്രാവശ്യവും ചിക്കന് തിരിച്ചിടുമ്പോൾ അത് മൂടി വെക്കാൻ മറന്നു വരുത്. എങ്കിൽ മാത്രമേ നമുക്കിത് ചിക്കന് കറക്റ്റ് പെർഫെക്റ്റായിട്ട് അടി പിടിക്കാണ്ട് വെന്ത് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കന് അടി പിടിക്കുന്നോ അഥവാ വെള്ളം ഇല്ലാന്നെങ്ങാനും തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചിക്കൻ ഇങ്ങനെ സ്ലോ ആക്കി കുക്ക് ചെയ്യുമ്പോൾ ചിക്കനിന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിലും കുറച്ച് ഒഴിച്ചെടുത്താൽ മതി. ഇതാ ഞാനിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിതാ ചിക്കൻ്റെ ഒരു സൈഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ഭാഗവും ചിക്കന് കുക്കായി കിട്ടണ്ടേ. അങ്ങനെ ഞാൻ 2 സൈഡും കുക്ക് ചെയ്തെടുത്ത് കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഒരു ടൂത്ത് പിന്നോണ്ട് ചിക്കൻ വെന്തിക്കോന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കറക്റ്റ് ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച കാഷ്യൂനട്ട് അത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട് അടിച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മളിത് പിന്നെയും കുറച്ചുകൂടി കുക്ക് ചെയ്യുന്ന ടൈമിൽ അത് തിക്കായി വന്നോളൂ. ഇപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും അത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്.
ഈ ടൈമിൽ ഞാൻ ഉപ്പും എരിവും ഒക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെയും അടിച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ, ഇതിൻ്റെ സൈഡായിട്ട് നമ്മൾ പൊരിച്ച പത്തിരിയായിട്ട് ഉണ്ടാക്കുന്നത്, നമ്മൾ നെയ്പത്തിലില്ലേ അത്. ഈ ചിക്കൻ പർദീസിൻ്റെ ഒപ്പം ഇങ്ങനെ പൊരിച്ച പത്തിരിയോ നെയ്ച്ചോറോ പൊറാട്ടയോ ചപ്പാത്തിയോ എന്തും കോമ്പിനേഷനായിട്ട് പോട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ പൊരിച്ച പത്തിരിൻ്റെ ഒപ്പം കഴിക്കാൻ. ആ ടൈം കൊണ്ട് എന്താ, നമ്മൾ ചിക്കൻ നല്ല സെറ്റായി വന്ന് കിട്ടാ. ഞാനിതൊരു ബൗളിലേക്ക് ഇപ്പോൾ സെർവ് ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ കുറച്ച് ഗ്രേവി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ആ ടൈമിൽ കുറച്ച് നമ്മൾ കാഷ്നട്ട് അരച്ച് ചേർത്തില്ലേ, അതൊന്ന് ലൂസാക്കി കുറച്ചുകൂടി ചേർത്തെടുത്താൽ നമുക്ക് നല്ലോണം ഗ്രേവി കിട്ടും. പിന്നെന്താ, നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കണ്ടാൽ കറക്റ്റ് മനസ്സിലാവും ഈ ചിക്കൻ എത്രത്തോളം സോഫ്റ്റാണെന്ന്. നമ്മളിങ്ങനെ ചിക്കന് സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുത്താൽ ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതുമല്ല ചിക്കന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്യുക. ഇത് നിങ്ങൾ മിസ്സാക്കാനേ പാടില്ല. എന്തായാലും ചെയ്ത് നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ പിന്നെന്താ, ഞാൻ എപ്പോൾ പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടി അമർത്താം. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ബായ്.